നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നത് അരിവരാസനം വിശ്വമോഹനം എന്ന പാട്ടാണ്. കീബോർഡിൽ. കുട്ടിക്കാലത്ത് എനിക്ക് സംഗീതം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യം അതല്ലായിരുന്നു. 12ാമത്തെ വയസ്സിൽ അമ്മ മരണപ്പെട്ടപ്പോൾ എനിക്കെല്ലാം നിർത്തിവെക്കേണ്ടി വന്നു. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കലാജീവിതം എല്ലാം അതിനോടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഒരു വീട്ടമ്മയായി. ഈ ലോകത്തുള്ള വീട്ടമ്മമാരോട് എല്ലാവരോടും എനിക്ക് പറയാൻ ഉള്ളത്, നിങ്ങളൊരിക്കലും തളർന്നു പോകരുത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയിച്ചു വന്ന കഥയാണ്. 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചപ്പോൾ 2 കുട്ടികളുമായി ഞാൻ വേറെ വീട് വെച്ച് താമസിച്ചു. അപ്പോൾ എനിക്ക് ഒരു വരുമാനവും ഇല്ലായിരുന്നു. എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് സംഗീതം പഠിക്കണമെന്ന് പറഞ്ഞു, മകളെ ഡാൻസ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ അധ്വാനിച്ചുകൊണ്ട് നിനക്ക് പഠിക്കണം, എൻ്റെ വരുമാനം അതിനൊന്നും തികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു പശുവിനെ മേടിച്ചു. അതിൻ്റെ പാല് ഒരു 10-12 വീട്ടിൽ ഞാൻ രാവിലെ 7 മണിയാകുമ്പോഴേക്ക് എത്തിക്കും. അതിലൊരു വീട്ടിലെ പൈസ വെച്ചുകൊണ്ട് ഞാൻ സംഗീതം പഠിച്ചു. എൻ്റെ മകളെ ഡാൻസ് പഠിപ്പിച്ചു. എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം അതിനാൽ വന്നു. എന്തിനും ഒരു ധൈര്യം വന്നു. എൻ്റെ കയ്യിൽ പൈസ വന്നപ്പോൾ എല്ലാത്തിനും നമുക്ക് പൈസ, നമ്മൾ അധ്വാനിക്കണം. നമ്മുടെ കയ്യിൽ 5 പൈസ ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു ഉത്സാഹം ഉണ്ടാവും. ഭർത്താവിനോട് ഒരു 100 രൂപ തരുമോ എന്നിങ്ങനെ ചോദിക്കാതെ നിങ്ങൾ തന്നെ അധ്വാനിക്കുക, നിങ്ങൾ തന്നെ പൈസ കണ്ടെത്തുക. നിങ്ങൾക്ക് പശുവിനെ വളർത്താം, ആടിനെ വളർത്താം, കോഴി വളർത്താം, ടൈലറിങ് ചെയ്യാം, മീനിനെ വളർത്താം, എന്തെല്ലാം ജോലികൾ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങൾ ചെയ്യണം. വെറുതെ മടിയന്മാരായി വീട്ടിലിരിക്കരുത്. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. സംഗീതം പഠിക്കണോ? പഠിക്കാം. ഡാൻസ് പഠിക്കണോ? പഠിക്കാം. നിങ്ങൾക്ക് എന്ത് ഹോബി നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ലോകത്തിലെ എല്ലാ അമ്മമാരോടും എല്ലാ സഹോദരിമാരോടും ഞാൻ ഈ സന്ദേശം പറയാണ്. നിങ്ങൾക്കായി ഞാനിന്ന് അരിവരാസനം വിശ്വമോഹനം